ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ അരൂപി എന്ന മലയാളം മൂവിയെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. സിനിമയിൽ കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നിരഞ്ജൻ എന്നൊരു ചെറിയ കുട്ടിയെ കാണിക്കുന്നു. ഈ കൊച്ചുകുട്ടിയോട് അവൻ്റെ ഇളയച്ചൻ ഒരു കഥ പറയുന്നു. പത്മിനി എന്നൊരു സ്ത്രീയുടെ കഥയാണ് പറയുന്നത്. 150 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. പത്മിനി വളരെ സുന്ദരിയാണ്. അവരൊരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മന്ത്രവാദവും തന്ത്രവിദ്യകളും ഒക്കെ അറിയാം. ഒപ്പം നല്ല രീതിയിൽ വില്ലുവിദ്യയും അറിയാം. അദ്ദേഹത്തെ ഇവർ വല്ലാതെ പ്രണയിക്കുകയാണ്. എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പത്മിനിയെ ഇഷ്ടപ്പെടുന്ന മറ്റൊരു മുറച്ചെറുക്കനുണ്ടായിരുന്നു. അയാൾക്ക് ഇതൊന്നും ഒട്ടും പിടിക്കുന്നില്ല. പത്മിനിയെ തനിക്ക് മാത്രമേ കിട്ടാവൂ എന്ന രീതിയിലാണ് അയാൾ ചിന്തിക്കുന്നത്. പത്മിനി വേറൊരാളെ പ്രണയിക്കുന്നത് എങ്ങനെയും തകർക്കണം എന്ന് അയാൾ കരുതുകയാണ്. അങ്ങനെ ഒരു ദിവസം കാമുകനെ കാണാൻ പോകുന്ന വഴിയിൽ ഈ മുറച്ചെറുക്കൻ അവരെ തടഞ്ഞു നിർത്തുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അവരോട് അതിക്രമം കാണിക്കാൻ നോക്കുകയാണ്. അവരതിന് വഴങ്ങാതെ തടസ്സം നിൽക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ ആ മുറച്ചെറുക്കൻ അവരെ കൊലപ്പെടുത്തുന്നു. കൊല്ലപ്പെട്ടതിന് ശേഷം പത്മിനി ഒരു യക്ഷിയായി മാറുന്നു. അങ്ങനെ വന്നവർ യുവാക്കളെ വശീകരിച്ച് അവരോടൊപ്പം കഴിഞ്ഞ് ആ യുവാക്കളെ കൊന്നൊടുക്കുകയാണ്. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന പത്മിനിയുടെ കാമുകന് തന്നെ ദേഷ്യം വരുന്നു. അങ്ങനെ പത്മിനിയെ തളയ്ക്കണം എന്ന രീതിയിൽ അദ്ദേഹം ഒരു പൂജ ചെയ്യുന്നു. ഒരു വിഗ്രഹത്തിനുള്ളിലേക്ക് പത്മിനിയെ ആവാഹിച്ചു പൂട്ടുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മോതിരമുണ്ട്. ആ മോതിരം ഉപയോഗിച്ച് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആ വിഗ്രഹത്തിനുള്ളിൽ അവരെ ബന്ധിക്കുന്നത്. ഈ പെട്ടി തുറക്കാതെ നോക്കണം എന്ന് തന്റെ പിൻതലമുറക്കാരോട് പറഞ്ഞിട്ടാണ് അദ്ദേഹം ജീവൻ വെടിയുന്നത്. അങ്ങനെ വർഷങ്ങൾ പലതും കടന്നു പോകുന്നു. ഇളയച്ചൻ പറഞ്ഞ ഈ കഥകളെക്കുറിച്ചെല്ലാം ഈ കൊച്ചു പയ്യനായ നിരഞ്ജൻ അമ്മയോട് ചോദിക്കുകയാണ്. ഈ കഥകളൊക്കെ എന്തിനാണ് ഇളയച്ചൻ നിന്നോട് പറഞ്ഞത് എന്ന് ചോദിച്ച അമ്മ ആ സമയത്ത് വല്ലാതെ ദേഷ്യപ്പെടുന്നു. കാരണം ചെറിയ കുട്ടികൾ ഇതൊന്നും അറിഞ്ഞിരിക്കേണ്ടതില്ല എന്നാണ് അമ്മ കരുതുന്നത്. അതെ, ആ പത്മിനി വളരെ മോശപ്പെട്ടവളാണ്. അവൾ പുറത്തു വന്നാൽ വലിയ പ്രശ്നമാണ് എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. പെട്ടെന്നാണ് ആ സമയത്ത് കറണ്ട് പോകുന്നത്. മകൻ എവിടെ പോയെന്ന് അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. നിരഞ്ജൻ, നീ എവിടെ പോയി? അമ്മയുടെ അടുത്തേക്ക് വാ. നിരഞ്ജൻ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് അമ്മ ഓരോ സ്ഥലത്തും അവനെ തിരയുകയാണ്. ഇപ്പോൾ പ്രസന്റിൽ നിരഞ്ജനെ കാണിക്കുന്നു. ഇതെല്ലാം നിരഞ്ജന് ഒരു പേടി സ്വപ്നം പോലെ വരികയായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നു. അവനൊരു IT കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. സുഹൃത്തുക്കളെ കാണാനായി ഒരു കഫേയിലെത്തുമ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ കളിപ്പാട്ടം താഴെ വീഴുന്നു. ഇവനാണ് അത് എടുത്തു കൊടുക്കുന്നത്. അടുത്തതായി ഇവൻ കൊളീഗ്സിനെ കാണാനായി എത്തുകയാണ്. ഇതിൽ സാക്ഷി എന്നൊരു പെൺകുട്ടിയും ഉണ്ട്. സാക്ഷിയും ഇവനും തമ്മിൽ പ്രണയത്തിലാണ്. ഇതിനെ ചൊല്ലി സുഹൃത്തുക്കൾ ഇവരെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുക എന്ന് പറഞ്ഞ് ബാക്കി എല്ലാവരും അവിടെ നിന്ന് മാറുന്നു. അവർ രണ്ടുപേരും സംസാരിച്ച് നിൽക്കുന്നത് മനോഹരമായ ഒരു ഗാനത്തിലൂടെ കാണിക്കുന്നുണ്ട്. നിരഞ്ജൻ സാക്ഷിയെക്കുറിച്ച് ആലോചിച്ച് നിൽക്കുമ്പോൾ ഒപ്പം ജോലി ചെയ്യുന്ന മറ്റൊരു സ്ത്രീ വന്നിട്ട് ബോസിന് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു എന്നറിയിക്കുകയാണ്. ഇവനും ബോസിനോട് സംസാരിക്കാൻ എത്തുകയാണ്. ഇപ്പോൾ ഒരു പുതിയ പ്രൊജക്റ്റ് ആരംഭിച്ചിട്ടുണ്ടെന്നും ഫുൾ ഫോക്കസ് അതിൽ തന്നെ വേണം, പ്രൊജക്റ്റ് ഗംഭീരമായി നടക്കണം എന്നുമൊക്കെ ബോസ് പറയുന്നുണ്ട്. ഇവനും അതൊക്കെ ശരിവെക്കുന്നു. തിരികെ നടന്നു വരുമ്പോൾ സാക്ഷിയെ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ ഹായ് പറയുന്നുണ്ടെങ്കിലും ഇവൻ മൈൻഡ് ചെയ്യാതെ നടന്നു പോകുന്നു. എന്നെ മൈൻഡ് ചെയ്യാതെ പോകുന്നല്ലോ എന്ന് സാക്ഷിക്കും വിഷമാവുന്നുണ്ട്. ഇവൻ പുറത്തു നിന്ന് പുകവലിക്കുമ്പോൾ സാക്ഷി അവിടേക്ക് വരുന്നു. നീ എന്താ ആകെ അപ്സെറ്റ് ആയിരിക്കുന്നത് പോലെ, എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല, ഈ പ്രൊജക്റ്റിന്റെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കുകയായിരുന്നു എന്നവൻ പറയാണ്. അതിനപ്പുറം നിന്റെ മനസ്സിൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, എന്താണെങ്കിലും എന്നോട് പറ എന്നവൾ ചോദിക്കുകയാണ്. അതൊന്നുമില്ലെന്ന് ഇവൻ ആവർത്തിക്കുന്നുണ്ട്. സാക്ഷിയുടെ മറ്റൊരു സുഹൃത്തിന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടെന്നും നീ വരണമെന്നും അവൾ നിർബന്ധിക്കുന്നു. തീർച്ചയായിട്ടും വരണോ എന്ന് ചോദിക്കുമ്പോൾ വന്നേ തീരൂ എന്നവൾ പറയുന്നു. വാസ്തവത്തിൽ ഇവൻ മറ്റൊരു പയ്യന്റെ കൂടിയാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. കുളിച്ച് റെഡിയാകാൻ നോക്കുമ്പോൾ കുട്ടിക്കാലത്ത് അമ്മ തന്നെ വിളിച്ച ആ ശബ്ദം ഇവന്റെ കാതുകളിൽ വീണ്ടും കേൾക്കുകയാണ്. ഇവൻ ആകെ അസ്വസ്ഥനാവുന്നു. ഗേൾഫ്രണ്ട് ഇവനെ കൂട്ടിക്കൊണ്ടുപോകാൻ വീട്ടുവാതിൽക്കൽ വന്ന് കാത്തു നിൽക്കുന്നുണ്ട്. ഇവനും അവളോടൊപ്പം പാർട്ടിക്ക് പോകുന്നു. ആ പാർട്ടി സാക്ഷിയുടെ സുഹൃത്തിൻ്റെതാണ്. അവിടെ വെച്ച് ഇവൻ വെറുതെ ആശംസകൾ പറയുന്നുണ്ട്. അവിടെ വെച്ച് ഇവൻ അല്പം ഓവറായി മദ്യപിക്കുന്നുണ്ട്. ഇവനെന്താ ഇത്രയധികം കുടിക്കുന്നത് എന്ന് അവളും ശ്രദ്ധിക്കുന്നു. പോരാത്തതിന് അവിടെയുള്ള മറ്റൊരു സ്ത്രീയോട് ചേർന്ന് നിന്ന് സംസാരിക്കുന്നു. ഇവനെന്താണ് വേറൊരു സ്ത്രീയോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് കണ്ട് സാക്ഷിക്ക് ദേഷ്യം വരുന്നു. ഇവൻ ലഹരിയിലാണ് സംസാരിക്കുന്നത്. സംസാരിച്ചത് മതി, വാ പോവാം എന്ന് പറഞ്ഞ് സാക്ഷി അവനെ ദേഷ്യത്തോടെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. അല്പം പൊസസീവായാണ് അവൾ അവനെ കൊണ്ടുപോകുന്നത്. നിനക്ക് എന്ത് പറ്റി? നീ എപ്പോഴും എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സംസാരിക്കുന്നത് പോലും നീ കേൾക്കുന്നില്ല. നിനക്ക് എന്ത് പറ്റി എന്നവൾ ചോദിക്കുകയാണ്. ഇവൻ എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഗേൾഫ്രണ്ട് എന്നോട് പറയുന്നില്ല. നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല, ഞാൻ ഓക്കെയാണ് എന്നിവൻ പറയുന്നു. ശരി, ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് വീട്ടിലെത്തിയ ഉടൻ അവൻ അകത്തേക്ക് കയറുന്നു. അങ്ങനെ വരുമ്പോൾ വീണ്ടും കുട്ടിക്കാലത്ത് അമ്മ വിളിച്ചതുപോലെയുള്ള ശബ്ദങ്ങൾ ഇവന് കേൾക്കുന്നു. ഇവൻ വല്ലാതെ ഭയന്നു പോവാണ്. നമ്മുടെ ഹീറോയ്ക്ക് എന്തിനാണ് ഇങ്ങനെ തോന്നുന്നത് എന്ന് വ്യക്തമല്ല. ഹീറോ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആവുന്നു. ഒടുവിൽ കിടന്നുറങ്ങുന്നു. ഹീറോയുടെ കൂടെ റൂംമേറ്റായി അർജുൻ എന്നൊരു പയ്യനാണ് ഉള്ളത്. അവൻ രാവിലെ തന്നെ പൂജകളൊക്കെ ചെയ്യുന്നുണ്ട്. അവൻ പ്രാർത്ഥിക്കുന്ന ശബ്ദം ഇവനെ വല്ലാതെ ശല്യപ്പെടുത്തുന്നു. പതുക്കെ ചെയ്യ് എന്നിവൻ അവനോട് പറയുന്നുണ്ട്. ഞാൻ ജോലിക്ക് ഇറങ്ങാൻ പോവാണ്, നീ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എന്ന് ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ട് എന്നവൻ പറയാണ്. എങ്കിൽ ബോസിനോട് ലീവ് പറയേ, അല്ലെങ്കിൽ ബോസിന് ദേഷ്യം വരും എന്ന് പറഞ്ഞ് അവൻ പോകുന്നു.
കുറച്ചു കഴിഞ്ഞപ്പോൾ നിരഞ്ജനും ഉണരുന്നു. പ്രധാനപ്പെട്ട പ്രൊജക്ട് നടക്കുകയല്ലേ, ഇപ്പോൾ പോയില്ലെങ്കിൽ ബോസിന് ദേഷ്യം വരും, അതുകൊണ്ട് ജോലിക്ക് പോവാന്ന് കരുതി അവൻ വേഗം റെഡിയാവുന്നു. ഇപ്പോൾ തന്നെ ലേറ്റ് ആയതുകൊണ്ട് അവൻ ധൃതിപ്പെട്ട് ഓഫീസിലെത്തുകയാണ്. അവൻ എത്തിയ ഉടൻ സഹപ്രവർത്തക വന്നിട്ട് ബോസ് നിന്നെ തിരക്കിയിരുന്നു എന്ന് പറയാണ്. തൊട്ടടുത്ത് തന്നെ സാക്ഷിയുമുണ്ട്. പേരിന് പോലും അവളെ നോക്കി ഇവൻ ചിരിക്കുന്നില്ല. ഇവൻ വേഗം ബോസിനെ കാണാൻ പോകുന്നു. ബോസ് പ്രൊജക്ടിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒരു തെറ്റും വരാൻ പാടില്ലെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. അതൊന്നും ഉണ്ടാവില്ല, ഞാൻ എല്ലാവരെയും കൊണ്ട് കൃത്യമായി ജോലി ചെയ്യിക്കുന്നുണ്ട്, സമയത്തിന് തന്നെ പ്രൊജക്ട് തീർക്കാം എന്നവൻ പറയുന്നു. ശരി, പോയി ജോലി നോക്ക് എന്ന് പറഞ്ഞ് ബോസ് അയക്കുകയാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്നത് പോലും നീ ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് സാക്ഷി പരാതിപ്പെടുമ്പോൾ അതൊന്നുമില്ല, ഞാൻ കണ്ടിരുന്നു എന്നവൻ പറയുന്നു. അന്ന് ക്ലയന്റ് നേരിട്ട് വരുന്ന ദിവസമാണ്. അവരോട് സംസാരിച്ച് ഇവൻ ഡീൽ ഉറപ്പിക്കേണ്ടതുണ്ട്. ഇവൻ പ്രസന്റേഷൻ നൽകാനായി ആ മീറ്റിംഗ് റൂമിലേക്ക് വരികയാണ്. ഡിസ്പ്ലേയിൽ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓടുന്നുണ്ട്. ഇവൻ ഓരോന്നായി മനോഹരമായി വിശദീകരിക്കുന്നു. ഈ പ്രൊജക്റ്റ് നമുക്ക് തന്നെ കിട്ടും എന്ന് ബോസും സന്തോഷിക്കുന്നു. അങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ വീണ്ടും ഡിസ്റ്റർബ്ഡ് ആവുന്നു. പതിവ് പോലെ അമ്മ വിളിക്കുന്ന ശബ്ദം വീണ്ടും കേൾക്കുന്നു. വല്ലാതെ അസ്വസ്ഥനായ അവൻ പെട്ടെന്ന് ആ റൂമിൽ നിന്നും ഇറങ്ങി ഓടുകയാണ്. ഇവൻ എന്തിങ്ങനെ ഓടിയത് എന്നെല്ലാവരും അമ്പരന്നു പോവാണ്. ഈ സാഹചര്യം കൈകാര്യം ചെയ്യാനായി സാക്ഷി അവിടേക്ക് വരികയും ബാക്കി കാര്യങ്ങൾ ക്ലയന്റിനോട് ഭംഗിയായി വിശദീകരിക്കുകയും ചെയ്യുന്നു. ഡീല് ക്യാൻസലായി പോകുമോ എന്ന് ബോസ് ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ സാക്ഷി സംസാരിച്ച് ആ ഡീൽ ഓക്കെ ആക്കുന്നു. എല്ലാവർക്കും വളരെ സന്തോഷമാവുന്നുണ്ട്. എങ്കിലും ഹീറോ എന്തിനാണ് അങ്ങനെ പെരുമാറിയത് എന്ന് എല്ലാവരും ചിന്തിക്കുകയാണ്. വല്ലാത്ത അസ്വസ്ഥനായ ഹീറോ വേഗം വീട്ടിലേക്ക് പോകുന്നു. ഇപ്പോൾ 2 കള്ളന്മാരെയാണ് കാണിക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ഇളയച്ചൻ നിരഞ്ജനോട് പറഞ്ഞ കഥയിൽ പത്മിനിയെ ഒരു വിഗ്രഹത്തിനുള്ളിൽ തടച്ചിട്ടിരുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. ആ വിഗ്രഹം എങ്ങനെയെങ്കിലും മോഷ്ടിക്കണം എന്ന ഉദ്ദേശത്തോടെ അവർ നിരഞ്ജന്റെ തറവാട് വീടിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അവർ മദ്യപിച്ച ശേഷം രാത്രിയായപ്പോൾ വീടിനുള്ളിലേക്ക് കടക്കുന്നു. ആ വീട് കുറച്ച് കാലപ്പഴകം ചെന്ന് കാട് പിടിച്ച അവസ്ഥയിലാണ്. ബേസ്മെന്റ് റൂമിലാണ് അത് വെച്ചിരിക്കുന്നതെന്ന് കേട്ടു. നമുക്ക് അവിടെ പോയി നോക്കാം എന്നൊരാൾ പറയുന്നുണ്ട്. 2 പേരും ചേർന്ന് അവിടെയുള്ളൊരു പെട്ടി കാണുന്നു. ആ പെട്ടി തുറന്നു നോക്കുമ്പോൾ തുണിയിൽ പൊതിഞ്ഞു വെച്ച നിലയിൽ ഒരു വിഗ്രഹം കാണുന്നു. ഒരുത്തിനത് തൊട്ടു നോക്കുമ്പോൾ കറണ്ട് ഷോക്ക് അടിക്കുന്നത് പോലെ തോന്നി അവൻ അത് താഴെ ഇടുന്നു. അപ്പോൾ ആ വിഗ്രഹത്തിൽ നിന്നും എന്തോ ഒന്ന് പുറത്തേക്ക് പോകുന്നതായി കാണിക്കുന്നുണ്ട്. മറ്റവനടുത്ത് നോക്കുമ്പോൾ ഷോക്കൊന്നും അടിക്കുന്നില്ല. നല്ല വിഗ്രഹമാണ്, നല്ല വിലയ്ക്ക് വിൽക്കാം എന്നൊക്കെ അവർ സംസാരിക്കുന്നു. അപ്പോഴാണ് 2 പേര് സംസാരിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. ജനലിലൂടെ അവർ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി ഒരു പയ്യനോട് സംസാരിച്ച് നിൽക്കുകയാണ്. 2 പേരും കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്നു. ഇവിടെ എന്തോ നടക്കാൻ പോവാണ്, അത് കണ്ടിട്ട് പോവാം എന്ന് കരുതി ഇവർ ഒളിഞ്ഞു നോക്കുന്നു. പെട്ടെന്നാണ് ആ സ്ത്രീ ആ കാമുകനെ ക്രൂരമായി കൊലപ്പെടുത്തുന്നത്. വെള്ളത്തിൽ മുക്കി കൊല്ലുകയാണ്. അയ്യോ, അവൾ അവനെ കൊന്നു കളഞ്ഞല്ലോ എന്ന് കണ്ട് ഈ കള്ളന്മാർ പേടിച്ചരണ്ട് വിഗ്രഹവും എടുത്ത് വേഗം അവിടുന്ന് ഓടുന്നു. അങ്ങനെ ഓടുന്ന പരിഭ്രമത്തിൽ വിഗ്രഹം ഒരാളുടെ കയ്യിൽ നിന്ന് താഴെ വെള്ളത്തിലേക്ക് വീഴുന്നു. അത് പിന്നീട് നോക്കാം എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ഇപ്പോൾ കൊലപാതകം നടത്തിയ ആ സ്ത്രീ വെള്ളത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നു. വിഗ്രഹത്തിൽ നിന്നും ഇറങ്ങിയത് ഇവർ തന്നെയാണോ എന്നത് തുടക്കത്തിൽ വ്യക്തമാക്കുന്നില്ല. ഇതെല്ലാം നമ്മുടെ ഹീറോയ്ക്ക് ഒരു സ്വപ്നം പോലെയാണ് വരുന്നത്. അവൻ ഞെട്ടി ഉണരുന്നു. വീട്ടുവാതിൽക്കൽ എന്തോ ഒരു ശബ്ദം കേട്ട് നോക്കാൻ പോവാണ്. പിറ്റേന്ന് രാവിലെ റൂംമേറ്റ് ആയ അർജുനെ കാണിക്കുന്നു. അർജുൻ നിരഞ്ജനെ തിരയുമ്പോൾ അവൻ താഴെ ഒരിടത്ത് വീണ് കിടക്കുകയാണ്. എടാ നിരഞ്ജൻ, നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ച അർജുൻ അവനെ എഴുന്നേൽപ്പിക്കുന്നു. ഒന്നുമില്ല, ഒരു പേടി സ്വപ്നം കണ്ടതാണ് എന്ന് നിരഞ്ജൻ പറയാണ്. ഈ ഗ്രാമത്തിലുള്ള ഒരാളെ കാണിക്കുകയാണ്. നിരഞ്ജന്റെ തറവാട് പറമ്പിൽ ഒരു തേങ്ങ വീണ് കിടക്കുന്നത് കണ്ട് അത് എടുക്കാനായി അയാൾ മതിൽ ചാടിക്കിടന്ന് അകത്തേക്ക് വരുന്നു. അവിടെ ഒരു ഡെഡ് ബോഡി കണ്ട് അയാൾ ഞെട്ടിപ്പോവാണ്. ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുന്നു. പോലീസും സ്ഥലത്തെത്തുന്നു. നിരഞ്ജന്റെ സുഹൃത്തായ ഒരാൾ ആ നാട്ടിലുണ്ട്. അവനാണ് പോലീസിനെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നത്. ഞാൻ നിരഞ്ജന്റെ സുഹൃത്താണ്, അതായത് ഈ വീടിന്റെ ഉടമസ്ഥന്റെ ഫ്രണ്ടാണ് എന്ന് പോലീസിനോട് പറയുന്നു. മരിച്ചത് ആ നാട്ടിലെ ഒരു ചെറുപ്പക്കാരനാണ്. ബോഡി അവിടെ നിന്ന് മാറ്റാനുള്ള നടപടികൾ നടക്കുന്നുണ്ട്. ആ നിരഞ്ജൻ വരില്ലേ എന്ന് പോലീസ് ചോദിക്കുമ്പോൾ, സർ, ഞാനിപ്പോൾ വിവരം അറിയിച്ചതേ ഉള്ളൂ, അവന് പെട്ടെന്ന് ലീവ് കിട്ടിയില്ല, ലീവ് തരപ്പെടുത്തി അവൻ ഉടനെ വരും എന്ന് സുഹൃത്ത് പറയുന്നു. പോരാത്തതിന് ബോഡി കണ്ടു എന്ന് പറഞ്ഞ ആളോട് നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ തേങ്ങ എടുക്കാൻ വന്നതാണ് എന്ന് പറയുന്നു. അയാൾ പറയുന്നത് അത്ര വിശ്വസനീയമല്ലാത്തതിനാൽ അയാളെയും നിരീക്ഷിക്കാൻ പോലീസ് തീരുമാനിക്കുന്നു. നിരഞ്ജനോട് വേഗം വന്നെന്നെ കാണാൻ പറയണം എന്ന് പോലീസ് പറഞ്ഞു പോവാണ്. ആ കള്ളന്മാരും അവിടെ തന്നെയുണ്ട്. ഒരു വനിതാ കോൺസ്റ്റബിൾ ഇവരിൽ നിന്നും മൊഴിയെടുക്കുമ്പോൾ അവരുടെ ബാക്ക് പോക്കറ്റിൽ നിന്ന് പേഴ്സ് അടിച്ചു മാറ്റാൻ ഈ കള്ളന്മാർ പ്ലാൻ ചെയ്യുന്നു. ആ പോലീസുകാരെ അറിയാതെ അവർ പേഴ്സ് മോഷ്ടിക്കുന്നു. പോലീസ് പോയതിനു ശേഷം ഞാൻ ആ വിഗ്രഹം എടുക്കാൻ പോവാണെന്ന് പറഞ്ഞ് ഒരുത്തൻ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ നോക്കുന്നു. വേണ്ട, അവിടെ ഒരാൾ മരിച്ചു കിടന്നതാണ്, നമുക്ക് വേറൊരു ദിവസം എടുക്കാം എന്ന് പറഞ്ഞ് രണ്ടാമൻ അവനെ പിന്തിരിപ്പിക്കുന്നു. നിരഞ്ജന് സുഹൃത്തിൽ നിന്നും വിവരം ലഭിക്കുന്നു. അവൻ നാട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അതിനായി ലീവ് ചോദിക്കാൻ അവൻ ഓഫീസിലെത്തുന്നു. ഗേൾഫ്രണ്ട് വിളിക്കുന്നത് മൈൻഡ് ചെയ്യാതെ അവൻ ബോസിന്റെ അടുത്തേക്ക് ചെന്ന് ലീവ് ചോദിക്കുന്നു. നീ എന്തൊക്കെയായി പറയുന്നത് നിരഞ്ജൻ? ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രൊജക്ട് നടക്കുകയാണ്. നേരത്തെ തന്നെ നീ അത് നശിപ്പിച്ചതാണ്. ഭാഗ്യത്തിന് സാക്ഷിയാണത് മാനേജ് ചെയ്തത് എന്ന് ബോസ് പറയുന്നു. സർ, ലീവ് തരുമോ ഇല്ലയോ? തന്നില്ലെങ്കിൽ എനിക്ക് ഈ ജോലി വേണ്ട എന്ന് ദേഷ്യപ്പെട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അവൻ ദേഷ്യപ്പെട്ടു പോകുന്നത് കണ്ട് സാക്ഷി അവന്റെ പിന്നാലെ പോകുന്നു. നിരഞ്ജൻ, നിനക്ക് എന്ത് പറ്റി? എന്താണ് എന്നോട് സംസാരിക്കാത്തത്? എന്തെങ്കിലും പറ എന്നൊക്കെ അവൾ ചോദിക്കുന്നു. ഞാൻ എന്താണ് സംസാരിക്കാത്തതെന്ന് നിനക്ക് അറിയില്ലേ എന്നവൻ ചോദിക്കുകയാണ്. നീ പെട്ടെന്നൊന്നും പറയാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ആ സിറ്റുവേഷൻ മാനേജ് ചെയ്യാനാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത് എന്നവൾ പറയുന്നു. അല്ല,
എൻ്റെ സ്ഥാനത്തേക്ക് വരാൻ നിനക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്തത്. ഇനി മേലിൽ എന്നോട് സംസാരിക്കരുത് എന്ന് വഴക്കിട്ട് അവൻ പോകുന്നു. ഇവൻ എന്തിനാണ് അനാവശ്യമായി വഴക്കിടുന്നതെന്നോർത്ത് അവൾക്ക് വിഷമാവുന്നുണ്ട്. അവൾക്ക് നിരഞ്ജനെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് അവൻ ഇങ്ങനെ സംസാരിച്ചത് ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിയുന്നില്ല. നിരഞ്ജൻ നാട്ടിലേക്ക് വരുന്നത് സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ വീടിൻ്റെ അടുത്തെത്തി ഇവനെ സ്വീകരിക്കുന്നു. എടാ, നീ വരുമെന്ന് അറിഞ്ഞ് ഞാൻ കുറച്ചൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പോലീസിനോട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. ഇനി നീ പോലീസിനെ കാണേണ്ട ആവശ്യമില്ല എന്നവൻ പറയുന്നു. അവൻ സുഹൃത്തിന് നന്ദി പറഞ്ഞ് വീടിനകത്തേക്ക് കയറുന്നു. ആ വീട് കാണുമ്പോൾ അമ്മയോടൊപ്പം കളിച്ചു വളർന്ന കുട്ടിക്കാലത്തെ ഓർമ്മകൾ അവനിലേക്ക് വരുന്നു. സിനിമയിൽ അവൻ്റെ അച്ഛനെക്കുറിച്ച് കാര്യമായി ഒന്നും കാണിക്കുന്നില്ല, അമ്മയെ മാത്രമാണ് കാണിക്കുന്നത്. അമ്മയോടൊപ്പമുള്ള കാര്യങ്ങൾ ഓർത്ത് അവൻ ഇമോഷണൽ ആവുന്നു. ആ സമയത്ത് സാക്ഷിയുടെ കോൾ തുടരെ വരുന്നുണ്ട്. എന്നാൽ അവൻ ഫോൺ സൈലന്റിലിട്ട് മാറ്റിവെക്കുന്നു. എത്ര വിളിച്ചിട്ടും കിട്ടാത്തതിൽ അവൾ ദേഷ്യപ്പെടുകയാണ്. നിരഞ്ജൻ അവിടെയുള്ള കുളത്തിൽ കുളിക്കാനായി ഇറങ്ങാണ്. കുളിക്കുന്നതിനിടയിൽ അവന്റെ കയ്യിൽ എന്തോ തടയുന്നു. നോക്കുമ്പോൾ ആ കള്ളന്മാർ ഉപേക്ഷിച്ചു പോയ വിഗ്രഹമാണത്. ഇത് പത്മിനിയുടെ വിഗ്രഹമാണെന്ന കാര്യമൊന്നും അവന് മനസ്സിലാവുന്നില്ല. അവൻ ആ വിഗ്രഹം എടുത്ത് ആ സ്ഥലത്ത് വെക്കുന്നു. അവൻ ഡയറിയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ള സാരി കൊടുത്ത് ആരോ പെട്ടെന്ന് മിന്നി മറഞ്ഞതായി അവന് തോന്നുന്നു. അവനത് തിരഞ്ഞു നടക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ പ്രേതം റിലീസായി കഴിഞ്ഞിരുന്നു. ആ പ്രേതം ഇവന്റെ കൺമുന്നിൽ പെടുന്നുണ്ട്. എന്തോ ഒരു സാന്നിധ്യമുള്ളതായി അവന് പേടി തോന്നുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഇളയച്ചനോട് സംസാരിക്കണം എന്ന് അവൻ കരുതുന്നു. പിറ്റേന്ന് ആ വിഗ്രഹവുമായി അവൻ ഇളയച്ചൻ്റെ അടുത്ത് എത്തുന്നു. വിഗ്രഹം കണ്ട് ഇളയച്ചൻ ഞെട്ടിപ്പോവാണ്. ഈ വിഗ്രഹം എങ്ങനെ പുറത്തു വന്നു? ഞാൻ കുട്ടിക്കാലത്ത് നിന്നോട് പറഞ്ഞിട്ടില്ലേ, അത് ഈ വിഗ്രഹമാണ്, പത്മിനിയുടെ വിഗ്രഹം. ഇതിങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് പത്മിനി പുറത്തു വന്നു എന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ ഇളയച്ചൻ പറയുന്നു. അപ്പോഴാണ് അവിടേക്ക് ഇളയമ്മ വരുന്നത്. അവർ സാധാരണ പോലെ നിരഞ്ജനോട് സംസാരിക്കുന്നു. ഇളയച്ചൻ ഗൗരവമായി സംസാരിക്കുമ്പോൾ ഇളയമ്മ ഇടപെട്ടതുകൊണ്ട് നീ അകത്തു പോ എന്ന് പറഞ്ഞ് ഇളയച്ചൻ അവരെ അകത്തേക്ക് അയക്കുന്നു. തുടർന്ന് കുട്ടിക്കാലത്ത് പറഞ്ഞ ആ കഥ കൂടുതൽ വിശദമായി ഇളയച്ചൻ പറയുന്നുണ്ട്. 150 വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ കുടുംബത്തിൽ നടന്ന കാര്യമാണ്. ഇവരുടെ വംശപരമ്പരയിൽപ്പെട്ട ആളായിരുന്നു പത്മിനി. അവരൊരാളെ അതിതീവ്രമായി പ്രണയിച്ചിരുന്നു. എന്നാൽ മുറച്ചെറുക്കന് ഇതൊട്ടും സഹിച്ചില്ല. എനിക്ക് കിട്ടാത്തവള് വേറെ ആർക്കും കിട്ടരുത് എന്ന് കരുതി അവൻ അവളെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. അവൾ രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും ഒടുവിൽ അവൻ അവളെ കൊലപ്പെടുത്തി. കൊലപാതകത്തിന് ശേഷമാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. അവൾ ആത്മാവായി വന്ന് ഒരുപാട് യുവാക്കളെ കൊന്നൊടുക്കാൻ തുടങ്ങി. നിരപരാധികളായ ആളുകൾ കൊല്ലപ്പെടുന്നത് കണ്ട് പത്മിനിയുടെ കാമുകൻ തന്നെ അവളെ തളയ്ക്കാൻ തീരുമാനിച്ചു. അതിനായി ഒരു വിഗ്രഹത്തിലേക്ക് അവളുടെ ആത്മാവിനെ ആവാഹിച്ചു പൂട്ടി. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന മോതിരം കൊണ്ടാണ് അവളെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നത്. ഇളയച്ചൻ ആ മോതിരത്തെക്കുറിച്ച് പറയുന്നു. ബുദ്ധിപൂർവ്വം അവളെ കബളിപ്പിച്ച് ഈ മോതിരം അവളുടെ വിരലിൽ അണിയിക്കണം. എങ്കിൽ മാത്രമേ വീണ്ടും വിഗ്രഹത്തിലേക്ക് തളയ്ക്കാൻ സാധിക്കൂ. 2 സാഹചര്യങ്ങളിൽ മാത്രമേ ഈ മോതിരം അവളുടെ വിരലിൽ ഇടാൻ പറ്റൂ. ഒന്ന്, അവൾ കാമവികാരത്തോടെ നിന്നോടൊപ്പം അടുത്തിടപഴകുമ്പോൾ, അല്ലെങ്കിൽ അതിയായ ക്രോധത്തോടെ, അതായത് കടുത്ത ദേഷ്യത്തോടെ ഇരിക്കുമ്പോൾ. മറ്റു സമയങ്ങളിൽ ഇട്ടാൽ അത് ഏൽക്കില്ല എന്ന് ഇളയച്ചൻ പറയുന്നു. പത്മിനി പുറത്തു വന്നു എന്ന് ഇളയച്ചന് മനസ്സിലായി. അതുകൊണ്ടാണ് കുളത്തിൽ ഒരു പയ്യൻ കൊല്ലപ്പെട്ടത് എന്നും അദ്ദേഹം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നിരഞ്ജനോട് പറയുന്നു. നിരഞ്ജനും അത് സമ്മതിക്കുന്നു. അതുപോലെ അവൻ റൂമിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരനക്കം തോന്നാണ്. പത്മിനി, അത് നീയാണെന്ന് എനിക്കറിയാം. നീ എന്താണ് എൻ്റെ മുന്നിൽ വരാത്തത്? എനിക്ക് നിന്നെ കാണണം, എൻ്റെ മുന്നിലേക്ക് വാ എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അപ്പോൾ നിരഞ്ജൻ എന്നാരോ വിളിക്കുന്ന ശബ്ദം കേൾക്കാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ പത്മിനിയാണ്. കാണാൻ അതിസുന്ദരിയാണ്. അവൾ അവൻ്റെ അടുത്തേക്ക് വരുന്നു. നീ ആരുമായി കൂട്ടുകൂടിയാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവരെ കൊന്നുകളയുമല്ലോ എന്നവൻ ചോദിക്കുകയാണ്. എന്നെയും കൊല്ലോ എന്നവൻ ചോദിക്കുമ്പോൾ ഇല്ല, എനിക്ക് നിന്നെ വളരെ ഇഷ്ടപ്പെട്ടു, തീർച്ചയായിട്ടും ഞാൻ നിന്നെ കൊല്ലില്ല എന്ന് പത്മിനി പറയുന്നു. രണ്ടുപേരും അടുത്തിടപഴകുന്നു. അവൻ ഉറങ്ങുമ്പോൾ പോലും അവൾ കളർ സാരിയൊക്കെ കൊടുത്ത് അരികിൽ വന്ന് ചിരിച്ച് സംസാരിക്കുന്നതായി അവൻ കാണുന്നു. ഉറക്കമുണർന്ന് പുറത്തേക്ക് വരുമ്പോൾ പത്മിനി അവിടെ ഇരിക്കുന്നുണ്ട്. താൻ ആരാണെന്ന് പോലും പത്മിനിക്ക് വ്യക്തമായ ഓർമ്മയില്ല. ഞാൻ എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് മരിച്ചത് എന്ന് നിനക്കറിയാമോ എന്നൊക്കെ അവൾ സാധാരണ പോലെ ചോദിക്കുന്നു. 150 വർഷങ്ങൾക്ക് മുമ്പ് നീ മരിച്ചുപോയി, നീയാണ് പലരെയും കൊന്നത് എന്നൊക്കെ അവൻ പറയുന്നു. എനിക്കതൊന്നും ഓർമ്മയില്ല എന്ന് അവൾ പറയുന്നു. എന്നെ ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി കാണിക്കാമോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ സമ്മതിക്കുന്നു. നടക്കുന്ന കാര്യങ്ങളെല്ലാം അവൻ ഇളയച്ചനെ ഫോണിൽ വിളിച്ച് പറയുന്നുണ്ട്. അവൾ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കും, പെട്ടെന്ന് തന്നെ കഥ കഴിക്കും, ശ്രദ്ധിക്കണം എന്ന് ഇളയച്ചൻ മുന്നറിയിപ്പ് നൽകുന്നു. അവൻ പുറത്തു കൊണ്ടുപോകാമെന്ന് പറഞ്ഞതുകൊണ്ട് അവൾ കറുത്ത സാരി ധരിച്ച് റെഡിയാവുന്നു. രണ്ടുപേരും കൂടി പല സ്ഥലങ്ങളിലും യാത്ര ചെയ്ത് കറങ്ങുന്നു. തിരികെ വീട്ടിലെത്തുമ്പോൾ സുഹൃത്ത് അവനെ കാണാനായി വരുന്നു. കൂടെയുള്ള പെൺകുട്ടി ആരാണെന്ന് സുഹൃത്ത് ചോദിക്കുമ്പോൾ പരിചയമുള്ള പെൺകുട്ടിയാണെന്ന് പറയുന്നതിന് പകരം നീ മുൻപ് കഥയിൽ കേട്ടിട്ടില്ലേ പത്മിനി എന്ന്, ആ പത്മിനിയാണ് ഇവൾ എന്ന് ഹീറോ പറയുന്നു. ഇത് കേട്ട് പത്മിനിക്ക് ഭയങ്കര ദേഷ്യം വന്ന് അവൾ അകത്തേക്ക് പോകുന്നു. സുഹൃത്തും പേടിച്ചു പോവാണ്. നീ എന്തൊക്കെയായി പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹീറോ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. എങ്കിലും സുഹൃത്തിന് പേടി മാറുന്നില്ല. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലാണ് ഇടപെടുന്നത്, എന്തിനാണ് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത്, ഇവിടുന്ന് പോരെ
എന്ന് അവൻ പറയാണ്. എന്നാൽ ഞാനിത് പരിഹരിച്ചിട്ടേ വരൂ എന്ന് ഹീറോ പറയുന്നു. നീ വേണമെങ്കിൽ പരിഹരിക്ക്, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ സുഹൃത്ത് പേടിച്ചോടുന്നു. സുഹൃത്തിനോട് തന്നെക്കുറിച്ച് പറഞ്ഞതിൽ പത്മിനി വല്ലാതെ ദേഷ്യപ്പെടുന്നു. എന്തിനാണ് എന്നെക്കുറിച്ച് സുഹൃത്തിനോട് പറഞ്ഞത് എന്ന് അവൾ ചോദിക്കുകയാണ്. ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്ന് അവൻ പറയുമ്പോൾ നിനക്ക് മാത്രമേ ഈ കാര്യം അറിയാവൂ, ഞാനൊരു പ്രേതമാണെന്ന കാര്യം ആരോടും പറയരുത് എന്ന് അവൾ ഭീഷണിപ്പെടുത്തുന്നു. ശരി, ഇനി പറയില്ല എന്ന് അവൻ പറയാണ്. എങ്കിലും പറഞ്ഞതിൽ ദേഷ്യം മാറാതെ ആ സുഹൃത്തിനെ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ച് അവൾ റൂമിലേക്ക് പോകുന്നു. ഹീറോ ഇളയച്ചനെ വിളിച്ച് നടന്ന കാര്യങ്ങൾ പറയുന്നു. അവൾക്ക് കാര്യങ്ങൾ മനസ്സിലായി നിന്നെ വല്ലതും ചെയ്യുന്നതിന് മുമ്പ് വേഗം അവളുടെ കയ്യിൽ ആ മോതിരയിട്, അവളെ പ്രലോഭിപ്പിച്ച് മോതിരം അണിയിക്ക് എന്ന് ഇളയച്ചൻ പറയുന്നു. ഫോൺ വെച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ മുന്നിൽ നിൽക്കുകയാണ്. ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചു, സോറി എന്ന് അവൾ പറയുന്നു. അതിനെന്താ, സാരമില്ല എന്ന് അവനും പറയുന്നു. മറ്റൊരു വശത്ത് സാക്ഷി ഒപ്പം ജോലി ചെയ്യുന്ന സ്ത്രീയോട് സംസാരിക്കുകയാണ്. അവൻ എന്തു പറ്റിയെന്നറിയില്ല, കുറച്ച് ദിവസങ്ങളായി അവൻ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു, കാരണം ചോദിച്ചാൽ പറയില്ല എന്ന് പറയുമ്പോൾ അവൻ ഒരു ഡോക്ടറുടെ അടുത്ത് തെറാപ്പി എടുത്തിരുന്നതായി ബോസ് പറയുന്നത് ഞാൻ കേട്ടു. ബോസിനോട് ചോദിച്ചാൽ കൂടുതൽ വിവരം കിട്ടും എന്ന് ആ സ്ത്രീ പറയുന്നു. അവർ രണ്ടുപേരും കൂടി ബോസിനെ കാണാൻ പോവുകയാണ്. നിരഞ്ജനെ കുറിച്ച് ചോദിക്കാൻ വന്നാണെന്ന് പറഞ്ഞപ്പോൾ ബോസിന് ദേഷ്യം വരുന്നു. കാരണം അവൻ പെട്ടെന്ന് ജോലി ഉപേക്ഷിച്ചു പോയതുകൊണ്ട് അവനെക്കുറിച്ച് ഒന്നും സംസാരിക്കാനില്ലെന്ന് അദ്ദേഹം പറയാണ്. അല്ല സാർ, അവൻ എന്തോ പ്രശ്നമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ, അതൊന്ന് വിശദമായി പറയൂ എന്ന് സാക്ഷി ചോദിക്കുന്നു. അവനൊരു ആക്സിഡന്റ് പറ്റിയിരുന്നു, അതിൽ അവന്റെ മാനസിക നിലയ്ക്ക് ചെറിയ പ്രശ്നം പറ്റി. ഒരു ഡോക്ടറുടെ അടുത്ത് ചികിത്സയിലായിരുന്നു, അതിനുശേഷമാണ് അവൻ ഇങ്ങനെയൊക്കെ പെരുമാറാൻ തുടങ്ങിയത് എന്ന് ബോസ് പറയുന്നു. ഡോക്ടറുടെ വിവരങ്ങൾ വാങ്ങി അവർ ആ ഡോക്ടറെ കാണാൻ പോവുകയാണ്. ഈ സമയം നിരഞ്ജൻ കിടക്കുമ്പോൾ പത്മിനി അടുത്ത് വന്ന് റൊമാൻസ് ചെയ്യുന്നു. രണ്ടുപേരും ഒന്നിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് പത്മിനിയിൽ ഒരു മാറ്റം വരുന്നു. കാരണം അവൻ അവളുടെ വിരലിൽ ആ മോതിരം ഇട്ടുകൊടുത്തിരുന്നു. മോതിരം ഇട്ട ഉടനെ അവൾക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകൾ വരികയും പഴയ രൂപത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ച് അവൾ നിരഞ്ജന് നേരെ ദേഷ്യപ്പെട്ട് അടിക്കാൻ വരുന്നു. അവൻ വേഗം അവളെ റൂമിലിട്ട് പൂട്ടുന്നു. അവൻ ഇളയച്ചനെ വിളിച്ച് വിവരം പറയുന്നു. ഇളയച്ചൻ അവിടെ എത്തി പൂജകൾ ആരംഭിക്കുന്നു. മോതിരം ഇട്ടതുകൊണ്ട് അവൾ നിയന്ത്രണത്തിലാണ്, ഇനി വിഗ്രഹത്തിലേക്ക് തളച്ചാൽ മാത്രം മതി. ആ സമയത്താണ് ആ കള്ളന്മാര് വീണ്ടും വിഗ്രഹം മോഷ്ടിക്കാനായി ഒളിച്ചു കിടക്കുന്നത്. പൂജ നടക്കുന്നത് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. വിഗ്രഹം അവിടെ ഉണ്ടെന്നും അത് എടുക്കണമെന്നും അവർ സംസാരിക്കുന്നു. ഈ സമയം ഇളയച്ചൻ അവളെ റൂമിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുവരാൻ പറയുന്നു. ഇപ്പോൾ അവൾക്ക് ശക്തിയൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല. അവളെ പൂജാ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നവർ ഞെട്ടിപ്പോവാണ്. അവിടെ വെച്ചിരുന്ന വിഗ്രഹം കാണാനില്ല. വിഗ്രഹം കാണാതായതോടെ ആ പ്രേതം അവരെ തള്ളി മാറ്റി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. വിഗ്രഹവുമായി ഓടുന്ന കള്ളന്മാരെ അതുവഴി വരുന്ന പോലീസ് പിടികൂടുന്നു. ഈ സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ പൂജയുടെ ശബ്ദം കേട്ട് നോക്കാമെന്നതാണ് എന്ന് അവർ കള്ളം പറയുന്നു. ആ വീട്ടിൽ പൂജ നടക്കുന്നുണ്ടോ? എങ്കിൽ അവരോട് എനിക്കും സംസാരിക്കാനുണ്ട്, വണ്ടിയിൽ കയറ് എന്ന് പറഞ്ഞ പോലീസ് അവരെയും വണ്ടിയിൽ കയറ്റി ആ വീട്ടിലേക്ക് തിരിക്കുന്നു. ഇനി എന്ത് ചെയ്യും എന്ന് നിരഞ്ജൻ ചോദിക്കുമ്പോൾ വിഗ്രഹം എവിടെയുണ്ടോ അങ്ങോട്ടേക്ക് അവൾ പോയിട്ടുണ്ടാവും, വിഗ്രഹമുള്ള സ്ഥലം അവൾക്ക് നന്നായിട്ട് അറിയാം എന്ന് ഇളയച്ചൻ പറയുന്നു. പോലീസ് ജീപ്പ് വരുമ്പോൾ വെള്ള സാരി എടുത്ത് ആ സ്ത്രീ ലിഫ്റ്റ് ചോദിച്ചു നിൽക്കുന്നു. ഞാനും ആ വീട്ടിലേക്കാണ് പോകുന്നത്, എന്നെ കൊണ്ടുപോകാമോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളും അങ്ങോട്ടേക്കാണ്, കയറ് എന്ന് ഇൻസ്പെക്ടർ പറയുന്നു. ജീപ്പിൽ കയറി അവൾ ആ രണ്ട് കള്ളന്മാരെ വശീകരിക്കാൻ ശ്രമിക്കുന്നു. തന്റെ കയ്യിലുള്ള മോതിരം കാണിച്ച് ഇത് ഊരിയെടുക്ക് എന്ന് ഒരാളോട് പറയുന്നു. കാരണം സ്വന്തം കൈകൊണ്ട് അത് ഊരിയെടുക്കാൻ അവൾക്ക് കഴിയില്ല, മറ്റാരെങ്കിലും എടുത്തു മാറ്റണം. എടുക്കാൻ പറയല്ലേ, നമുക്ക് എടുക്കാമെന്ന് കരുതി ഒരു കള്ളൻ ആ മോതിരം പതുക്കെ ഊരിയെടുക്കുന്നു. ജീപ്പ് ആ വീട്ടിലെത്തുമ്പോൾ ആ പെൺകുട്ടി അപ്രത്യക്ഷയാവുന്നു. കൂടെ ഉണ്ടായിരുന്ന ആൾ എവിടെ പോയി എന്ന് എല്ലാവരും അമ്പരക്കാണ്. ഇൻസ്പെക്ടർ ആ കള്ളന്മാരെയും കൂട്ടി അകത്തേക്ക് കയറുന്നു. അവിടെ പൂജാ സാമഗ്രികളുണ്ട്. നിങ്ങളാണോ നിരഞ്ജൻ? ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. നിരഞ്ജനും ഇളയച്ചനും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ആ വിഗ്രഹത്തിൽ പ്രേതമുണ്ടെന്ന കാര്യം കേട്ട് കള്ളന്മാര് പേടിച്ചു പോകുന്നു. ആ വിഗ്രഹം ഞങ്ങൾ എടുത്തതാണ്, തരാം, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് വേഗം ചെയ്യുക എന്ന് പറഞ്ഞ് അവർ വിഗ്രഹം എടുത്തു കൊടുക്കുന്നു. വിഗ്രഹം താഴെ വയ്ക്കുമ്പോൾ ആ മോതിരവും താഴെ വീഴുന്നു. മോതിരം താഴെ വീഴുന്നത് കണ്ട് ഇളച്ചൻ ഞെട്ടിപ്പോവാണ്. അയ്യോ, അവൾ മോചിതയായി എന്ന് അദ്ദേഹം പറയുന്നു. പെട്ടെന്ന് ആ പ്രേതം അവിടെ എത്തി എല്ലാവരെയും ആക്രമിക്കാൻ തുടങ്ങുന്നു. എന്നോട് ക്ഷമിക്ക് എന്ന് നിരഞ്ജൻ ചോദിക്കുന്നുണ്ടെങ്കിലും പ്രേതം നിരഞ്ജനോടും വല്ലാത്ത ദേഷ്യത്തിലാണ്. എല്ലാവരെയും ഓരോ റൂമിലായി പൂട്ടിയിടുന്നു. എല്ലാവരും ഭയന്നു പോവാണ്. ഇൻസ്പെക്ടർ പ്രേതത്തെ നേരിടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പല രൂപത്തിൽ മാറി മറിഞ്ഞ് പ്രേതം പോലീസിനെ ക്രൂരമായി ആക്രമിക്കുന്നു. ഇൻസ്പെക്ടർ അടികൊള്ളുന്നത് കണ്ട് ഹീറോ അവിടേക്ക് ഓടിയെത്തുകയാണ്. ഒടുവിൽ പ്രേതം പോലീസിനെ കൊല്ലാൻ ആഞ്ഞെടുക്കുമ്പോൾ നിരഞ്ജൻ ആ മോതിരം പ്രേതത്തിന്റെ കയ്യിൽ വീണ്ടും അണിയിക്കുന്നു. കടുത്ത ക്രോധത്തിലിരിക്കുമ്പോൾ മോതിരം ഇട്ടത് കൊണ്ട് പ്രേതം വീണ്ടും നിയന്ത്രണത്തിലാവുന്നു. എല്ലാവരും ചേർന്ന് അതിനെ പിടിച്ചു വെക്കുന്നു. ഇളയച്ചൻ വേഗത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്നു. എന്നെ വിട് എന്ന് പ്രേതം യാചിക്കുന്നുണ്ടെങ്കിലും അവരതിനെ വിഗ്രഹത്തിലേക്ക് ആവാഹിക്കുന്നു. കള്ളന്മാര് വിഗ്രഹം എടുത്തപ്പോൾ അതിൽ നിന്നും പുക ഉയർന്നിരുന്നല്ലോ, അതുപോലെ ഇപ്പോൾ ഇളയച്ചൻ പൂജ ചെയ്യുമ്പോൾ ആ സ്ത്രീ ഒരു പുകയായി മാറി ആ വിഗ്രഹത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ സാഹചര്യം ശാന്തമാവുന്നു. എല്ലാവരും ആശ്വാസത്തിലാവുന്നു. സീൻ കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ ഹീറോ ആ വീടിന്റെ വാതിലടച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു. അവിടെ നിന്ന് പോകാൻ തീരുമാനിക്കുകയാണ്. അവൻ കാറിൽ കയറുമ്പോൾ പത്മിനി അവന്റെ അടുത്തിരിക്കുന്നുണ്ട്. അവരെങ്ങനെ വന്നു എന്ന് മനസ്സിലാവുന്നില്ല. അവൻ കാറും എടുത്ത് യാത്ര തിരിക്കുന്നു. മറുവശത്ത് സാക്ഷിയും ഒപ്പം ജോലി ചെയ്യുന്ന സ്ത്രീയും ആ ഡോക്ടറെ കാണാൻ എത്തുന്നു. നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ അല്ല സർ, വേറൊരു കാര്യം സംസാരിക്കാനാണ് വന്നത്, നിരഞ്ജന്റെ കാര്യങ്ങൾ അറിയാനാണ് എന്ന് അവർ പറയുന്നു. മറ്റൊരു പേഷ്യന്റിന്റെ കാര്യങ്ങൾ എങ്ങനെ പറയാൻ പറ്റും? അത് പറ്റില്ല എന്ന് ഡോക്ടർ പറയുമ്പോൾ ഞാൻ നിരഞ്ജന്റെ ലവറാണ് സർ,
അവൻ എന്തോ പ്രശ്നമുണ്ടെന്നറിയാം, അവനെ സഹായിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്, ദയവായി എന്താണ് പ്രശ്നമെന്ന് പറയേ എന്ന് സാക്ഷി അഭ്യർത്ഥിക്കുന്നു. ഡോക്ടർ കാര്യങ്ങൾ പറയുന്നു. നിരഞ്ജന് ഒരു ചെറിയ ആക്സിഡന്റ് പറ്റിയിരുന്നു. അതിനുശേഷം കുട്ടിക്കാലത്തെ ഓർമ്മകൾ, അതായത് കുട്ടിക്കാലത്ത് അമ്മ പറഞ്ഞതും കേട്ടതുമായ കഥകൾ അവന്റെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വരാൻ തുടങ്ങി. അതിൽ പിന്നെ അവൻ വിചിത്രമായി പെരുമാറാൻ തുടങ്ങി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവൻ സ്വയം ഭാവനയിൽ കാണാൻ തുടങ്ങി. അവന്റെ ഈ ഭാവന കാരണം അവന്റെ കൂടെയുള്ളവർക്ക് തന്നെയാണ് അപകടം. സുഹൃത്തുക്കളായ നിങ്ങൾക്ക് പോലും അവനാൽ അപകടം വരാം എന്ന് ഡോക്ടർ പറയുന്നു. ഇത് കേട്ട് ഞെട്ടിയ അവര് നിരഞ്ജനെ കാണാനായി അവന്റെ ഫ്ലാറ്റിലേക്ക് പോകുന്നു. അടുത്ത വീട്ടിലെ ആളോട് ചോദിക്കുമ്പോൾ കുറച്ച് ദിവസങ്ങളായി നിരഞ്ജനെ ഇവിടെ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. അവന്റെ കൂടെയുള്ള റൂംമേറ്റ് അർജുനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ റൂംമേറ്റോ, അങ്ങനെ ഒരാൾ നിരഞ്ജന്റെ കൂടെ ഇല്ലല്ലോ എന്ന് അയാൾ പറയുന്നു. യഥാർത്ഥത്തിൽ നിരഞ്ജൻ തന്നെയാണ് അർജുൻ എന്നൊരു റൂംമേറ്റ് ഉണ്ടെന്ന് എല്ലാവരോടും പറഞ്ഞിരുന്നത്. അപ്പോൾ അർജുൻ എന്നൊരാൾ ഇല്ലേ എന്ന് ചിന്തിച്ച് അവർ റൂം തുറന്ന് അകത്ത് കയറുന്നു. വൃത്തിയാക്കാത്തത് കൊണ്ട് വീടാകെ അലങ്കോലമായി കിടക്കുകയാണ്. അവരവിടെ എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് നോക്കുകയാണ്. അപ്പോൾ സഹപ്രവർത്തകയായ സ്ത്രീ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറഞ്ഞ് സാക്ഷിയെ വിളിക്കുന്നു. സാക്ഷി അവിടേക്ക് വന്ന് എന്തോ ഒന്ന് കണ്ട് വല്ലാതെ ഞെട്ടിപ്പോന്നു. ഈ സമയം ഹീറോയുടെ കൂടെ വീണ്ടും പത്മിനി എങ്ങനെ വന്നു എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അവൻ അവളെ മായ എന്നാണ് വിളിക്കുന്നത്. മായ, ഇനി നമ്മൾ ഈ നാട്ടിൽ നിൽക്കേണ്ടതില്ല, എവിടെയെങ്കിലും ദൂരേക്ക് പോയാലോ എന്ന് ചോദിക്കുന്നു. അതിന് മായ മറുപടി ഒന്നും പറയുന്നില്ല. അവൻ വീണ്ടും നമുക്ക് പോയാലോ മായ എന്ന് ചോദിക്കുകയാണ്. ഈ സമയം സാക്ഷിയെ കാണിക്കുന്നു. അവൾ ഉടനെ തന്നെ അവനെ ഫോണിൽ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ കോൾ എടുക്കുന്നില്ല. സാക്ഷി കണ്ടത് ഒരു ഫോട്ടോയാണ്. ആ ഫോട്ടോയിൽ പത്മിനിയും ഹീറോയും ചേർന്ന് നിൽക്കുന്ന ചിത്രമാണുള്ളത്. അതായത് പത്മിനിയെ പുറത്തു കൊണ്ടുപോയപ്പോൾ എടുത്തതുപോലുള്ള ഫോട്ടോകൾ. അവിടെ ഹീറോ കാറിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണിക്കുന്നു. മായ അരികിലിരുന്ന് സംസാരിക്കുന്നതായിട്ടാണ് അവൻ കാണുന്നത്. എന്നാൽ വാസ്തവത്തിൽ അവൻ്റെ അരികിൽ ആരുമില്ല. അവൻ ഒറ്റയ്ക്കാണ് സംസാരിക്കുന്നത്. അരികിലിരിക്കുന്ന മായ എവിടെയെങ്കിലും പോവാം എന്ന് പറഞ്ഞതുപോലെ തോന്നി അവൻ ശരി എന്ന് പറഞ്ഞ് കാർ ഓടിച്ചു പോകുന്നതായി കാണിച്ച് സിനിമ അവസാനിക്കുന്നു. ക്ലൈമാക്സിൽ ഇവരെന്താണ് പറയാൻ വന്നത് എന്നൊരു ചോദ്യം വരുന്നുണ്ടല്ലോ. എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം. ഒരു ആക്സിഡന്റിൽ അവന് ചെറിയ രീതിയിൽ മാനസികാഘാതം സംഭവിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്ത് അമ്മയും ഇളയച്ചനും പറഞ്ഞ കഥകൾ അവൻ്റെ മനസ്സിലേക്ക് വരികയും പത്മിനി എന്നൊരു പ്രേതം പുറത്തു വന്നതായി അവൻ സ്വയം സങ്കല്പിക്കുകയുമായിരുന്നു. ആ പ്രേതത്തെ താൻ കഷ്ടപ്പെട്ട് വിഗ്രഹത്തിൽ തളച്ചു എന്നുൾപ്പെടെ എല്ലാം അവൻ്റെ തോന്നലുകളായിരുന്നു. യഥാർത്ഥത്തിൽ യാതൊന്നും നടന്നിട്ടില്ല. കള്ളന്മാർ വീട്ടിൽ വന്നതും വിഗ്രഹത്തിൽ നിന്നും പ്രേതം ഇറങ്ങിയതും കൊലപാതകം നടന്നതും സുഹൃത്ത് പോലീസിനെ വിളിച്ചതും എല്ലാം അവൻ്റെ ഹാലൂസിനേഷൻ മാത്രമായിരുന്നു. എങ്കിലും ഫോട്ടോ എങ്ങനെ വന്നു എന്നൊരു ചോദ്യം വരാം. പത്മിനി പുറത്തു വന്നില്ലെങ്കിൽ പത്മിനിയോടൊപ്പമുള്ള ഫോട്ടോ എങ്ങനെ വന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം സിനിമയിൽ വ്യക്തമായി പറയുന്നില്ല. എങ്കിലും അവൻ ഒരുപക്ഷെ AI ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്തൊരു ഫോട്ടോ ആയിരിക്കാം അത്. ആ ഫോട്ടോയിലെ പെൺകുട്ടിയെയാണ് അവൻ പത്മിനി എന്ന് ചിന്തിച്ചു തുടങ്ങിയത്. ചുരുക്കത്തിൽ പത്മിനി എന്ന് പറയുന്ന കഥ മുഴുവൻ അവൻ്റെ മനസ്സിലെ ഭാവന മാത്രമാണ്, യാഥാർത്ഥ്യമല്ല എന്നാണ് കാണിച്ചു തരുന്നത്. സിനിമ എടുത്തവരും കാര്യങ്ങൾ കൃത്യമായി വ്യക്തമാക്കാതെ പെട്ടെന്ന് തന്നെ സിനിമ അവസാനിപ്പിച്ചു. സോ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.